നമ്മളിന്നുള്ളത് നിലമ്പൂരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിലമ്പൂർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ വലിയൊരു ചൂടിലാണുള്ളത്. അതുപോലെ തന്നെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. സോ നിലമ്പൂരിൻ്റെയും കേരളത്തിൻ്റെയും മലബാറിൻ്റെയും ഒക്കെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പേര് ആര്യാടൻ ഫാമിലി. സോ ഇത്തവണ കച്ച കെട്ടി അംഗത്തിനിറങ്ങുന്നത് ആര്യാടൻ മുഹമ്മദ് സാറിന് മകനായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് സാറാണ്. അതുപോലെ നമ്മുടെയൊക്കെ ബാപ്പുട്ടിക്ക. ചെറുപ്പം മുതലേ ചിലരോടൊക്കെ ഞാൻ എൻ്റെ പിതാവിനോട് രാഷ്ട്രീയം സംസാരിക്കുന്നതിനേക്കാളും ഞാൻ രാഷ്ട്രീയം സംസാരിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി സാറുമായിട്ടാണ്. എനിക്ക് രാഷ്ട്രീയവും എൻ്റെ സാംസ്കാരിക പ്രവർത്തനവും രണ്ടായിട്ട് ഞാൻ കാണുന്നില്ല. എൻ്റെ രാഷ്ട്രീയവും എൻ്റെ സിനിമയും രണ്ടല്ല. സിനിമയിൽ പറഞ്ഞ കാര്യങ്ങളാണ് എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ചെയ്തത്. ഒരു തന്തവൈവല്ല പറയുന്നത്. സാറിൻ്റെ വിഷൻ നിലമ്പൂർ മറ്റ് സ്ഥാനാർത്ഥികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഡിഫറെൻ്റ് ആണ്? ആൻഡ് നിലമ്പൂരിലെ ജനങ്ങൾ വൈ ദേ ഷുഡ് വോട്ട് ഫോർ യു? ഞാൻ ഈ നാട്ടുകാരനാണ്. ഇവിടെ ജനിച്ച്, ഇവിടെ ജീവിച്ച്, ഇവിടെ പ്രവർത്തിച്ച്, ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായി, ഇവിടെ നഗരസഭാ ചെയർമാനായി, ഇവിടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ സ്വപ്നമെന്ത്, അവരുടെ ആവശ്യമെന്ത് എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യമാണ്. ഞാൻ എന്നോ മനസ്സിൽ സൂക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നടപ്പാക്കാൻ കഴിയുന്നതെന്ന് എനിക്കറിയാലോ. സാർ, നിലമ്പൂർ മണ്ഡലം ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് സാർ പറയുക? ആൻഡ് ഹൗ ആർ യു പ്ലാനിങ് ടു അഡ്രസ് ദം? പുതിയ പദ്ധതികൾ വേണ്ട. നിലമ്പൂരിൽ UDF കൊണ്ടുവന്ന പദ്ധതികൾക്കൊരു തുടർച്ച ഉണ്ടായ മതിയായിരുന്നു. പക്ഷേ ആ പദ്ധതി ഉണ്ടാക്കി റിപ്പോർട്ടൊക്കെ റെഡിയായി സബ്മിറ്റ് ചെയ്തു. പക്ഷേ പിന്നീട് ഇടതുപക്ഷ ഗവൺമെൻറ് വന്നു. പിന്നീട് ആ പദ്ധതി വെളിച്ചം കണ്ടില്ല എന്നതായി. കേരളം കണ്ടതിൽ വെച്ച് ശരിക്കും ഏറ്റവും അധികായനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു തങ്ങളുടെ പിതാവ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിന് ശരിക്കും ഒരു അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും കൂടിയില്ലായിരുന്നു. ഞങ്ങളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കമ്പാരിസണാണ്. കാട്ടാനശല്യമൊക്കെ UDF ഭരിക്കുന്ന കാലത്തുണ്ട്. പക്ഷേ UDF ഭരിക്കുന്ന കാലത്ത് അന്ന് പ്രശ്നം ഉണ്ടായാൽ അതിന് പരിഹാരം ഉണ്ടായിരുന്നു, അതിന് പ്രതിവിധി ഉണ്ടായിരുന്നു, അത് പരിഹരിക്കാനുള്ളൊരു നേതൃത്വം ഉണ്ടായിരുന്നു. ഇപ്പം ആരോടാ പറയേണ്ടത് എന്നുപോലും അറിയാത്ത ഒരു നാഥനില്ല കളരിയായി നിലമ്പൂരുമാണ്. എൻ്റെ പിതാവ് സൈക്കിളിന് പോയി കാട്ടാനക്കൂട്ടത്തു കൂടെയുള്ള ഫോറസ്റ്റിനകത്ത് പോയിട്ട് അവിടെയുള്ള റബ്ബർ എസ്റ്റേറ്റിൽ പോയി തൊഴിലാളികളെ സംഘടിപ്പിച്ച. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചോദിക്കാനും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും പറ്റി, ഞങ്ങളിത് സാധിച്ചു എന്നുള്ള എപ്പോഴെങ്കിലും അങ്ങനത്തെ 1-2 ഫീഡ്ബാക്സ് ഷെയർ ചെയ്യാനും. സാർ, ഒരു 10 വർഷം കഴിയുമ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ ആസ് എ ജനപ്രതിനിധി സാറിനെ എങ്ങനെ ഓർക്കണം, അല്ലെങ്കിൽ സാറിനെ പറ്റി എന്ത് പറയണമെന്നാണ് സാർ ആഗ്രഹിക്കുന്നത്? Hello, welcome back to Vice Podcast. As the sun rises over Kerala, we are here to bring you fresh podcast. യെസ്, നമ്മളിന്നുള്ളത് നിലമ്പൂരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിലമ്പൂർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ വലിയൊരു ചൂടിലാണുള്ളത്. അതുപോലെ തന്നെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. സോ നിലമ്പൂരിൻ്റെയും കേരളത്തിൻ്റെയും മലബാറിൻ്റെയും ഒക്കെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പേര് ആര്യാടൻ ഫാമിലി. സോ ഇത്തവണ കച്ച കെട്ടി അംഗത്തിനിറങ്ങുന്നത് ആര്യാടൻ മുഹമ്മദ് സാറിന് മകനായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് സാറാണ്. അതുപോലെ നമ്മുടെയൊക്കെ ഒരു ബാപ്പുട്ടിക്ക. And it's not about normal election conversation. It's about purpose, principles and power of connection. Sir, welcome. So let's begin with the present. സാറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ബൈ ഇലക്ഷൻ പേഴ്സണലിയും പൊളിറ്റിക്കലിയും എത്ര സിഗ്നിഫിക്കൻ്റ് ആണ്? അല്ല, ഈ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ ഇത് ഈ 9 വർഷമായിട്ട് കേരളം അനുഭവിക്കുന്ന ഒരു വല്ലാത്ത ദുരിതപൂർണമായ അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളികൾ മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധി നിലമ്പൂരിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ നിലമ്പൂരിലെ കഴിഞ്ഞ 9 വർഷമായിട്ട് നേരിടുന്ന അവഗണനയുണ്ട്. ആ അവഗണനയിൽ നിന്ന് നിലമ്പൂരിനെ ഒന്ന് മോചിപ്പിക്കാൻ, ഒന്ന് മുക്തമാക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ 2 നിലക്കും ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ജനിച്ച ആളാണ്. ഇവിടെ വളർന്ന, ഇവിടെ സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച്
ഇവിടെ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വാഗ്ദാനങ്ങളൊക്കെ നൽകി പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടാൻ കഴിയില്ല. ഓക്കെ. കാരണം ഞാൻ എന്താണെന്നില്ല ഈ നാട്ടുകാർക്ക് അറിയാം, ഈ നാട്ടുകാരെയും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വൈകാരികമായും വൈയക്തികമായും ഒക്കെ ഇത് ഈ തെരഞ്ഞെടുപ്പിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർ, എനിക്ക് തോന്നുന്നു പിതാവാണ് ആദ്യത്തെ വഴികാട്ടി എന്നുള്ള രീതിയിലാണ്. അപ്പം എന്നിരുന്നാൽ കൂടിയും ദിസ് ഈസ് ദ റൈറ്റ് വേ ഐ വാണ്ട് ടു ഗോ, അതായത് ഇതാണ് ഈ ഒരു പബ്ലിക് സർവീസാണ് എൻ്റെ മേഖല എന്ന് തിരിച്ചറിയുകയും അവിടേക്ക് കടന്നു വരികയും ചെയ്തിട്ടുള്ള ആ ഒരു ആദ്യത്തെ സ്റ്റേജുകൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? അത് വാസ്തവത്തിൽ എന്നെ ഒരു എഞ്ചിനീയറാക്കി എന്നെ രാഷ്ട്രീയത്തിൽ വരണം എന്നുള്ള പിതാവിന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നെ ഒരു എഞ്ചിനീയർ ആക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ എഞ്ചിനീയറായോ? ഇല്ല, ഞാൻ എഞ്ചിനീയർ ആയില്ല. എനിക്ക് താല്പര്യം ഉണ്ടായില്ല. ഞാൻ ഡിഗ്രി എടുത്ത്, കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിലമ്പൂർ ഗവൺമെൻറ് മാനവേദൻ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഒരു SFI കുറേ കാലങ്ങളായിട്ട് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ SFIയിൽ നിന്ന് അതൊന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി പാർട്ടി എല്ലാവരും കൂടി തീരുമാനിച്ചു എന്നെ മുന്നിൽ വെച്ച് പ്രവർത്തനം തുടങ്ങി. പിന്നെ മാത്രമല്ല, എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ കാണുന്നത് അന്നൊക്കെ കേന്ദ്രമന്ത്രിമാരെ കുറിച്ചൊന്നും ഈ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ ആളുകൾക്കൊന്നും അറിയില്ല. അന്നത്തെ കേന്ദ്രമന്ത്രിമാരെയൊക്കെ എന്നോട് ചോദിക്കുക, ഞാൻ ഓരോ വകുപ്പും മന്ത്രിമാരുടെ പേരൊക്കെ പറയുന്ന ആൾ ഞാൻ. നമുക്കന്ന് കിട്ടുന്ന എക്സ്പോഷർ. അപ്പം അങ്ങനെ 5ാം ക്ലാസ് മുതൽ ക്ലാസ് ലീഡറാണ്. ഒരു വർഷം 8ാം ക്ലാസ്സിൽ മത്സരിച്ച് തോറ്റുപോയി. ബാക്കിയുള്ള ഒരു വോട്ടിന് തോറ്റു. ബാക്കിയുള്ള എല്ലാ വർഷവും ക്ലാസ് ലീഡറായി. ആ സമയത്തൊക്കെ നിന്നിരുന്നത് KSU തന്നെ. ആയിട്ട് തന്നെ. കാരണം ഇവിടുന്ന് കിട്ടുന്ന ഒരു വലിയ എനർജി ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലായപ്പോൾ SFI ആണ് കോളേജ് സ്കൂള് അതുവരെ ജയിച്ചതെങ്കിലും 10ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ KSUവിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് സ്കൂൾ ലീഡറായി. മാനവേദൻ ഗവൺമെൻറ് മാനവേദൻ സ്കൂളിലെ യൂണിയൻ നമ്മൾ പിടിച്ചു. അങ്ങനെയാണ് പൊളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് അത്യാവശ്യം എനിക്ക് കാര്യങ്ങൾ അറിയാൻ വായിക്കാനൊക്കെ ഉള്ളൊരു താല്പര്യമുണ്ട്. നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള താല്പര്യം, ചെറുതായി എഴുതാനുള്ള ചെറിയൊരു താല്പര്യം, ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഈ എഞ്ചിനീയറിംഗ് എനിക്കങ്ങ് വല്ലാതെ സിങ്കായി പോയില്ല. അതാണ് വസ്തു. സാറിൻ്റെ ആ ഇനീഷ്യൽ സമയത്തുള്ള ഒരു പൊളിറ്റിക്സിലെ എക്സ്പോഷർ പിന്നെ അങ്ങോട്ട് സാറിൻ്റെ ഒരു കോർ വാല്യൂസും അതേപോലെ തന്നെ ആസ്പിറേഷൻസ് ഒക്കെ ഷേപ്പ് ചെയ്യുന്നതിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുക? ആര്? പൊളിറ്റിക്കൽ എക്സ്പോഷർ. ഞാൻ പൊളിറ്റിക്സിൽ വരണമെന്നതിൽ ഫാദറിന് യാതൊരു താല്പര്യമില്ല. പക്ഷെ ഞാനൊരു തികഞ്ഞ മതേതരവാദിയായിരിക്കണം എന്ന് പിതാവിന് താല്പര്യമുണ്ടായിരുന്നു. കാരണം ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ബയോഗ്രഫി മാതൃഭൂമി പ്രസിദ്ധീകരിച്ച SK പൊറ്റക്കാട് എഡിറ്ററായിട്ട് പ്രസിദ്ധീകരിച്ച ബയോഗ്രഫി അതെനിക്ക് എടുത്തു തന്നു. നിർബന്ധമായിട്ടും നീ വായിക്കുന്ന പുസ്തകതായിരിക്കണം എന്ന്. അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ബയോഗ്രഫി ആദ്യമായിട്ട് വായിക്കുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ബയോഗ്രഫിയാണ്. മാത്രമല്ല, ഞാനത് വായിച്ചതിന് ശേഷം പിതാവിന് ഞാനത് വായിച്ചോ എന്ന് ഉറപ്പ് വരുത്താൻ ഇടയ്ക്കിടയ്ക്ക് അതിലോ ചാപ്റ്റർ വെച്ചിട്ട് എന്നോട് ഇങ്ങനെ വേറെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിലും പതുക്കെ പുള്ളി അതിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് എന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും ഞാൻ അത് വായിച്ചിട്ടുണ്ടോ. അപ്പം അങ്ങനെ ഞാനൊരു അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഫാനായി. അബ്ദുൽ കലാം ആസാദ്, നെഹ്റു, അതൊക്കെയായിരുന്നു നമ്മുടെ ഒരു സംഗതി. അപ്പോൾ അങ്ങനെ എൻ്റെ ബാല്യത്തിൽ തന്നെ ഞാനൊരു മതേതരവാദിയായിരിക്കണമെന്ന് എൻ്റെ പിതാവിന് വല്ലാതെ നിർബന്ധമുണ്ടായിരുന്നു. കാരണം ഞാൻ പൊളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ. അപ്പം എൻ്റെ ഒരു വായന തുടങ്ങുന്നത് വാസ്തവത്തിൽ ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ബയോഗ്രഫി വായിച്ചിട്ട്. സാർ ശരിക്കും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങണം എന്നുള്ളത് പിതാവിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഇല്ല. പക്ഷേ എന്നിരുന്നാലും പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ചുവട് മാറ്റിയതിന് ശേഷം എപ്പോഴെങ്കിലും പിതാവ് പറഞ്ഞു തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺവെർസേഷനോ തങ്ങളുടെ ഒരു സർവീസ് ജേണിയെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളത് ഉണ്ടെന്ന് പറയാൻ പറ്റും? അതായത് ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങിയതിന് ശേഷവും എൻ്റെ പഠനം തടസ്സപ്പെടരുതെന്ന് പുള്ളിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതെപ്പോഴും എന്നോട് പറയുമായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ അത് കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴും ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങണമെന്ന് പുള്ളിക്ക് താല്പര്യമില്ല. പിന്നെ ഇതേ അവസ്ഥയിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായി, പഞ്ചായത്ത് പ്രസിഡൻ്റായി. ഏത് വയസ്സിലാണ് സാർ അത്? അത് 2000 മുതൽ 2005 മുതൽ 2010 വരെ.
ആ സമയത്ത് ഞാൻ ചെയ്ത കുറേ പ്രോജക്റ്റുകൾ, ആ അപ്പോൾ അതിന് കുറേ അംഗീകാരങ്ങൾ ലഭിച്ചു. കുറച്ചും കൂടി നമ്മളുടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ ഐഡിയാസ് ആയിരുന്നു. ഈ പിന്നെ ഈ നിലമ്പൂർ അന്ന് നിലമ്പൂർ ഗ്രാമപഞ്ചായത്താണ്. പഞ്ചായത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി 65 വയസ്സ് കഴിഞ്ഞ് താഴെയുള്ള മുഴുവൻ ആളുകളും 4ാം ക്ലാസ് പാസ്സായ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമായി, ടോട്ടൽ പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടിയ ഗ്രാമമായി നിലമ്പൂർ മാറി. അപ്പോൾ അതേപോലെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. വാസ്തവത്തിൽ അതിന് ശേഷമാണ് അദ്ദേഹം എന്നെ ഒരു പൊളിറ്റീഷ്യൻ അംഗീകരിച്ചത് എന്നതാണ് സത്യം. അല്ല, അപ്പൊ എഞ്ചിനീയറിംഗിന് പോയില്ല, പകരം സാർ ഞാൻ ഡിഗ്രിക്ക് പോയി. ഡിഗ്രി എടുത്തു. എവിടെ? ഞാൻ ഡിഗ്രി മമ്പാട് കോളേജിലായിരുന്നു. ഓക്കെ. അപ്പോൾ ഏത് സമയത്താണ് ഈ പഞ്ചായത്ത് തലത്തിലേക്കൊക്കെ വരുന്നത്? അതിലേക്ക് വരാൻ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നോ? അല്ല സാറായിട്ട് അതിൽ ഇൻസ്പിറേഷൻ ഒന്നുമില്ല. എനിക്ക് സോഷ്യൽ വർക്ക് എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഒരു സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് രാഷ്ട്രീയവും എൻ്റെ സാംസ്കാരിക പ്രവർത്തനവും രണ്ടായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പം ഞാനെടുത്ത സിനിമേനെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. സിനിമകൾ തന്നെ എൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ് ഞാൻ എൻ്റെ സിനിമയിൽ കാണിച്ചത്. ഇനി സിനിമയിൽ കാണിച്ച കാര്യം ഇപ്പോൾ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തകന് പിന്നെ ഇത്തരം കാര്യങ്ങളിൽ, ഒരു സമൂഹത്തിൻ്റെ ഇത്തരം പ്രശ്നങ്ങളിൽ എഴുതിയാൽ അല്ലെങ്കിൽ പ്രഭാഷണം നടത്തിയാൽ തീർന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു റിസ്ക് കൂടിയുണ്ട്. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ എനിക്ക് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പം ഞാൻ പാഠമെന്നൊരു വിലാപത്തിൽ പറഞ്ഞ കാര്യം എനിക്ക് സ്ത്രീധനരഹിത ഗ്രാമം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ പ്രാവർത്തികവൽക്കരിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള എനിക്കിത് രണ്ടും ഒരുമിച്ച്, എൻ്റെ രാഷ്ട്രീയവും എൻ്റെ സിനിമയും രണ്ടല്ല. സിനിമയിൽ പറഞ്ഞ കാര്യങ്ങളാണ് എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ചെയ്തത്. സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ ഞാൻ കണ്ടെത്തിയ പ്രശ്നങ്ങളാണ് എൻ്റെ സിനിമയിൽ ഞാൻ പറഞ്ഞത്. സാർ ഇപ്പോൾ പൊതുപ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി കാണും? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്കൂൾ ലീഡറായി, പിന്നെ KSUവിൻ്റെ താലൂക്ക് സെക്രട്ടറിയായി, അങ്ങനെ തുടങ്ങിയ പൊളിറ്റിക്സിലേക്ക് ഇതിലേക്ക് സജീവമായിട്ട് എൻ്റർ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം ഒരു 25 years ആയി. ഇപ്പോൾ ഈ ഒരു 25 നീണ്ട കാലയളവാണ്. ഈ ഒരു ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു കരിയറിനിടയ്ക്ക് സാറിന് പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ള കീ മൊമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? നേരത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയതും പിന്നെ അവിടെ കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ പറഞ്ഞു. അതല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ സാർ ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ ഈ ഒരു 25 വർഷത്തിനിടയ്ക്ക്? അല്ല, ഒന്ന് എനിക്ക് പാർട്ടി തരുന്ന അവസരങ്ങൾ. എന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി. പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുമ്പോഴും ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എപ്പോഴും UDFലൊക്കെ തർക്കങ്ങളും പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം പിന്നെ എന്നോട് ചോദിച്ചു, നീ പ്രസിഡൻ്റ് ആവുകയാണ്, നിൻ്റെ കാര്യത്തിൽ ഞാനൊരു മധ്യസ്ഥൻ വഹിക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കുന്ന പ്രശ്നമില്ല, അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കാരണം അതുവരെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് പ്രധാന ജോലി ഈ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുക, അത്തരം സംഭവം. ഞാൻ പറഞ്ഞത് ഉണ്ടാവുന്ന പ്രശ്നമില്ല. എനിക്ക് ഏറ്റവും തോന്നിയൊരു മൊമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ വലിയ ഒരു വേഗ ഐഡിയയിൽ ചെയ്തതാണ്. വാസ്തവത്തിൽ അങ്ങനെ കോൺക്രീറ്റ് ആയിട്ടൊരു പ്ലാനോട് കൂടി ചെയ്തായിരുന്നില്ല. ഞാൻ പിന്നെ ഇവിടെ നമ്മൾ വീടില്ലാത്ത ആളുകൾ എത്ര പേരുണ്ട്? സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ പഞ്ചായത്തിലേക്ക് അപേക്ഷ തരുന്നവർക്ക് അവരെ പരിശോധിച്ച് അവർക്ക് വീട് കൊടുക്കുക എന്നുള്ളത്. ഇത് അപേക്ഷ പോലും എഴുതാൻ കഴിയാത്ത കുറേ ആളുകൾ, സ്വന്തം പേരെഴുതാൻ കഴിയാത്ത ആൾ, സ്വന്തം ഒന്ന് സിഗ്നേച്ചറില്ല തള്ളവരിൽ നീട്ടിത്തരുന്ന ആളുകൾ, അങ്ങനെ കുറേ ആളുകൾ നമ്മൾ സർവേ നടത്തിയപ്പോൾ ഉണ്ട് എന്ന് കണ്ടെത്തിയപ്പോഴാണ് നമ്മൾ മിനിമം 65 വയസ്സിന് താഴെയെങ്കിലും എല്ലാവർക്കും 4ാം ക്ലാസ് കൊടുക്കണം എന്ന് നമ്മളൊരു തീരുമാനമെടുത്തു. സാക്ഷരതാ മിഷനുമായി സഹകരിച്ച് അവരൊരു മോഡൽ പ്രോജക്റ്റായിട്ട് എടുത്തു. അതിൽ ഞാനൊരു ദിവസം അത് കഴിഞ്ഞ് അവരെ പഠിച്ചു. അവർക്ക് പിന്നെ എന്താ പറയുക, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഉണ്ട്, പിന്നെ വൈവ ഉണ്ട്, ഇംഗ്ലീഷ് വൈവയാണ്, പിന്നെ മാത്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു നല്ല സ്കീം, നല്ലൊരു പിന്നെ ഇതായിരുന്നു. വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ വിപ്ലവം. അതാണ്. എന്നിട്ട് ഞാൻ പിന്നെ പിറ്റേ ദിവസം പരീക്ഷയാണ് ഇവർക്ക്. 1600 പഠിതാക്കളുണ്ട്. ഞാൻ 2 ദിവസം തലേദിവസം ഞാനിങ്ങനെ വീടുകൾക്ക് ഇറങ്ങി നോക്കിയപ്പം 65-60 വയസ്സൊക്കെയായ പാത്തുന്താത്തയും ആമിനാത്തയും ദാക്ഷാണിയമ്മയൊക്കെ രാത്രി ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കുക. പിറ്റേ ദിവസം രാവിലെ പരീക്ഷ, ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കുക.
വാസ്തവത്തിൽ ഞാൻ പിന്നെ എനിക്കത് വല്ലാത്തൊരു എന്താ പറയുക, ഈ അവരുറങ്ങുന്നില്ല. പിന്നെ അവർക്ക് എങ്ങനെയെങ്കിലും 4ാം ക്ലാസ് പാസ്സാവണം എന്ന് പറയുന്നൊരു സംഭവം. അങ്ങനെ അവരൊക്കെ 4ാം ക്ലാസ് പാസ്സായി. പരീക്ഷ ഞങ്ങൾ എങ്ങനെ ചെയ്തു വെച്ചാൽ, പരീക്ഷ ഇവർക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാൻ 2 മണിക്കൂർ പരീക്ഷ, അത് കഴിഞ്ഞിട്ട് കലാപരിപാടി, അത് കഴിഞ്ഞിട്ട് ഇവരുടെ തന്നെ കലാപരിപാടി, അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ പരീക്ഷ. അങ്ങനെ ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ. അത് കഴിഞ്ഞ് ഇവരൊക്കെ പരീക്ഷയിൽ പാസ്സായി കഴിഞ്ഞിട്ട് അവരെന്നെ വന്നൊരു കെട്ടിപ്പിടിച്ച് എല്ലാവരും കൂടി ഒരു മുത്തം തന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ വൈകാരികമായി തന്നെ എനിക്ക് പറയുമ്പോൾ എനിക്ക് തന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഒരു അനർഘ നിമിഷം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സമയമാണത്. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇങ്ങനെയുള്ള അതിസാധാരണക്കാരായ കുറേ ആളുകൾ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ, ഇപ്പം ദളിത് ആദിവാസി മേഖലയിൽ അവരെപ്പോഴും എന്താ വെച്ചാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നു എന്ന് പറയാനുള്ള കാരണം ബേസിക് ആയിട്ടുള്ള അവർക്കുള്ള സ്കില്ല് പോലും ഇല്ല. അവർ ക്ലാസ് റൂമിൽ പാർശ്വവൽക്കരിക്കപ്പെടുക. കാരണം അവർ ടീച്ചർ അവരോട് ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം അവരോട് എഴുതാൻ പറഞ്ഞ ശരിക്കും എഴുതാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഓൾ പ്രൊമോഷൻ കൊണ്ട് ഇങ്ങനെ കയറി പോകും. അപ്പോൾ ഇവർ പിന്നെ ടീച്ചർ ചോദിക്കില്ല, അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ക്ലാസ്സിലിരിക്കും. അവസാനം SSLC കടത്തിവിടാൻ വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ച് നാട്ടുകാരും പഞ്ചായത്തും PTA എല്ലാം കൂടി SSLC റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിക്കുക. നമ്മളത് വേണ്ട തീരുമാനിച്ചു. ഓരോ ദളിത് ആദിവാസി സെറ്റിൽമെൻറ്റിലും പഠനകേന്ദ്രം തുടങ്ങി. എന്നിട്ട് അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ ചെയ്തു കൊടുത്തു. ഓരോ ആദിവാസി സങ്കേതത്തിലും ദളിത് കോളനികളിലും നമ്മൾ ടീച്ചർ വെച്ചു, ഫെസിലിറ്റേറ്റർ വെച്ചു. രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. പലരും സ്കൂളിൽ വരുന്നത് കട്ടൻ ചായ മാത്രം കുടിച്ചു വരുന്നവരാണ്. പഠനത്തെയും ഭക്ഷണത്തെയും നമ്മൾ ബന്ധപ്പെടുത്തി, പഠനത്തെയും ആരോഗ്യത്തെയും നമ്മൾ ബന്ധപ്പെടുത്തി. എൻ്റെ നമ്മൾ കണ്ട ഏറ്റവും വലിയ തിരിച്ചറിവ് അക്ഷരങ്ങൾ കേവലം അറിവ് മാത്രമല്ല, അതിജീവനത്തിനുള്ള കൃത്യമായ ആയുധമാണ് എന്നൊരു തിരിച്ചറിവാണ്. പക്ഷേ അക്ഷരങ്ങളിലേക്ക് ഇവരെത്തണമെങ്കിൽ അവർക്കൊന്ന് പട്ടിണിയുണ്ട്, വിശപ്പുണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്യണം. അവിടെ അനാരോഗ്യമുണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്യണം. അവർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സൗകര്യങ്ങൾ വേണം, ആരെങ്കിലും അതുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ സ്കൂളിലെ മുഴുവൻ ഡ്രോപ്പ് ഔട്ട്സിനും തിരിച്ച് സ്കൂളിൽ കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അങ്ങനെ വന്ന കുട്ടികൾ SSLC ഇവരുടെ ഒന്നും സഹായമില്ലാതെ SSLC പാസ്സായി, +2 പാസ്സായി, ഡിഗ്രി പാസ്സായി, പലരും ഇന്ന് നല്ല ജോലിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള. പിന്നെ അവർ വന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നു എനിക്ക് ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ സന്തോഷം. സോ അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളുകൾ, അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, ഇവർക്കൊക്കെ ഇതുപോലെയുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം പറഞ്ഞു കൊടുത്തതിന് ശേഷം എപ്പോഴെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് എപ്പോഴെങ്കിലും സാറിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചോദിക്കാനും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും പറ്റി, ഞങ്ങളിത് സാധിച്ചു എന്നുള്ള എപ്പോഴെങ്കിലും അങ്ങനത്തെ 1-2 ഫീഡ്ബാക്സ് ഷെയർ ചെയ്യാം. 1, 2, 10, 100 അല്ല. ഒരു ദിവസം പഞ്ചായത്തിലിരിക്കുക, ഒരു 8-10 സ്ത്രീകൾ വരുന്നുണ്ട്. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എവിടേക്കാണ് പറഞ്ഞത്? ഒക്കെ 65-70 വയസ്സായുള്ള സ്ത്രീകൾ, എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ യാത്ര പറയാൻ വന്നതാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോക്ക് വെച്ചു? അവർ ഉംറക്ക് പോവാ, ഉംറ ചെയ്യാൻ വേണ്ടി പോവാ. അപ്പോൾ ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചത് ജ്യോതിർഗമയ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഉംറ ചെയ്യാൻ ജ്യോതിർഗമയ? അപ്പോൾ അവർ ഈ ഭൂമിയിൽ ജീവിച്ചതിന് യാതൊരു തെളിവുമില്ല, അവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, ജീവിതത്തിൽ ജനന സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നുമില്ല. കാരണം ആ കാലത്തൊന്നും ജനന സർട്ടിഫിക്കറ്റ് ഇല്ല. ഇവർക്ക് ആകെ കയ്യിലുള്ള രേഖ 4ാം ക്ലാസ് പാസ്സായതിൻ്റെ തുല്യതാ സർട്ടിഫിക്കറ്റ് മാത്രം. ഇത് വെച്ചാണ് പാസ്പോർട്ട് എടുത്തത്. ആ പാസ്പോർട്ട് വെച്ചാണ് ഇവർ പോകുന്നത്. അപ്പം അങ്ങനെ 1, 2, 10, 100 അല്ല, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ മാത്രമല്ല, ഇപ്പം നമ്മൾ അതുപോലെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബ് നമ്മൾ ആരംഭിച്ചു, സീനിയർ സിറ്റിസൺ ക്ലബ്ബ്. അപ്പോൾ ആദ്യം അവിടെയൊക്കെ കുറച്ച് പത്രങ്ങൾ ഇട്ടു,
കുറച്ച് ലൈറ്റായിട്ട് അവർക്ക് വായിക്കാൻ പറ്റിയ കുറച്ച് മാഗസിൻസ് ഇട്ടു. പിന്നെ കുറച്ചും കൂടി ഈ പറഞ്ഞ മലയാളം മാധ്യമം, മാതൃഭൂമി പോലത്തെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ടു. പിന്നെ അവർക്ക് കുറേ പുസ്തകങ്ങൾ കൊടുത്തു, അവർ വായിക്കും. അവർ എഴുതാൻ അങ്ങ് തുടങ്ങി. 12 നോവലുകൾ 65-75 വയസ്സിനിടയിലുള്ള ആളുകൾ 12 നോവലുകൾ എഴുതി പ്രസിദ്ധീകരിച്ചു. അതിൽ 6 എണ്ണം എൻ്റെ കൈകൊണ്ടാണ് പ്രകാശനം ചെയ്തത്. മനസ്സിലായത്? അവർ പിന്നെ അവരങ്ങ് ഏറ്റെടുത്തു. പിന്നെ അവർ കോലായ വർത്തമാനം എന്നും പറഞ്ഞിട്ട് എല്ലാ ആഴ്ചയിലും ഒരു പുസ്തകത്തെക്കുറിച്ച് അവർ ഡിസ്കഷൻ. പിന്നെ നമ്മളൊന്നും വേണ്ട, വിപുലമായ ലൈബ്രറി, വിപുലമായ സൗകര്യങ്ങൾ എല്ലാം. ഇതൊക്കെ നിലമ്പൂർ ബേസ് ചെയ്തിട്ട്, നിലമ്പൂർ മുനിസിപ്പാലിറ്റി ബേസ് ചെയ്തിട്ട്. ഇപ്പോഴാണ് മുനിസിപ്പാലിറ്റി ചെയ്ത്, ഇതിനു മുമ്പ് നിലമ്പൂർ. അപ്പം അങ്ങനെ കുറേ ഒരു 10-100 അനുഭവങ്ങളല്ല എനിക്ക്. വാസ്തവത്തിൽ എനിക്കിതെല്ലാം കൂടി എഴുതാനൊരു സമയം കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയില്ല. നിലമ്പൂർ മണ്ഡലം ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് സാർ പറയുക? ആൻഡ് ഹൗ ആർ യു പ്ലാനിങ് ടു അഡ്രസ് ദം? അല്ല, ഒന്ന് പ്രധാനമായിട്ടും UDFൻ്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന കുറേ പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ പാതി വഴിയിലിട്ട് പോയി. നിലമ്പൂരിന് ഏറ്റവും വലുത്, നിലമ്പൂരിൻ്റെ ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു റെസ്പോൺസിബിൾ ടൂറിസം ഇവിടെ നന്നായിട്ട് പോകും. നിങ്ങൾക്കറിയാം, പകലൊക്കെ വന്നു കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഒക്കെ നിലമ്പൂരിലേക്ക് മൊത്തം ക്രൗഡ് വരിക. കാരണം ഒന്ന് നിലമ്പൂരിൻ്റെ നേച്ചറാണ് ഏറ്റവും വലിയ, ഫോറസ്റ്റാണ്, നേച്ചറാണ്, വാട്ടർഫോൾസ് ഉണ്ട്. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ടീക്ക് പ്ലാന്റേഷൻ, ടീക്ക് മ്യൂസിയം ഉണ്ട്, പ്രിമിറ്റീവ് ട്രൈബ്സ് ഉണ്ട്, പിന്നെ എത്നിക്കായിട്ടുള്ള ഒരു ഇപ്പോൾ ഏറ്റവും കേരളത്തിൽ ഏറ്റവും നല്ല തേൻ കിട്ടുന്ന വയനാട് നിലമ്പൂരുമാണ് ഏറ്റവും തേൻ കിട്ടുന്ന നല്ല തേൻ. അങ്ങനെയൊക്കെയുള്ള പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്നും നല്ല മെഡിസിനൽ പ്ലാന്റ്സ്, നാച്ചുറൽ പ്ലാന്റ്സ് കാട്ടിൽ നിന്ന് ആദിവാസി അവർ ഗോത്രങ്ങൾ അവരത് ശേഖരിച്ച് വിൽക്കലാണ് അവരുടെ ആകെയുള്ള വരുമാനമാണ്. അങ്ങനെയൊക്കെയുള്ള വലിയൊരു, അപ്പം ഇതൊക്കെ വെച്ചിട്ടൊരു വലിയ ടൂറിസം പദ്ധതി ഉണ്ടാക്കി. അത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് TCS ആണ് പ്രോജക്റ്റ് ഉണ്ടാക്കിയത്. ഇത് സാറിൻ്റെ ഫാദറിൻ്റെ കാലത്ത്? ഫാദർ മിനിസ്റ്ററാണ്, ഞാൻ മുനിസിപ്പൽ ചെയർമാനാണ്. ഒരു വലിയ പദ്ധതി ഞാൻ കാരണം നിലമ്പൂർ എന്ത് പദ്ധതി ഉണ്ടാക്കണമെങ്കിലും എന്ത് വേണം, പിന്നെ ഫോറസ്റ്റിൻ്റെ സഹായം വേണം. അപ്പോൾ ഫോറസ്റ്റ് മിനിസ്റ്ററായിരുന്നു ഗണേഷ് കുമാർ മിനിസ്റ്റർ. അതേപോലെ തന്നെ ടൂറിസം മിനിസ്റ്ററായിരുന്നു വന്ന് AP അനിൽകുമാർ. രണ്ടുപേരും ഇവിടെ വന്ന് 2 ദിവസം താമസിച്ച് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ച് കൊടുത്ത് വിപുലമായൊരു പദ്ധതി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വലിയ പദ്ധതി. ഞാൻ കാണുന്നത് ഒരു 2500 കോടി രൂപയുടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് അതായത് സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, സർക്കാർ അതിന് ചെറിയ കാര്യങ്ങളെ ചെയ്തു കൊടുക്കേണ്ടുള്ളൂ. കുറേ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, അതേസമയം നേച്ചറുമായി ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ, അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയെല്ലാം ചേർത്തുകൊണ്ട്. പക്ഷേ ആ പദ്ധതി ഉണ്ടാക്കി റിപ്പോർട്ടൊക്കെ റെഡിയായി സബ്മിറ്റ് ചെയ്തു. പക്ഷേ പിന്നീട് ഇടതുപക്ഷ ഗവൺമെൻറ് വന്നു. പിന്നീട് ആ പദ്ധതി വെളിച്ചം കണ്ടില്ല എന്നതായി യാഥാർത്ഥ്യം. നിലമ്പൂരിൻ്റെ ബൈപ്പാസ് UDFൻ്റെ കാലത്ത് തുടങ്ങി, ഇപ്പോഴും അതേപോലെ കിടക്കുന്നു. KSRTC ബസ് ടെർമിനൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു അഭിലാഷമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഇൻഡസ്ട്രേറ്റ് ടെർമിനലാണ്. ഇവിടുത്തെ മക്കളൊക്കെ ബാംഗ്ലൂർ പഠിക്കുന്നു, മൈസൂർ പഠിക്കുന്നു. പക്ഷെ അവർ ബാംഗ്ലൂരിലേക്ക് പോകുന്നു, ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോയി. കോഴിക്കോട്ട് നിന്ന് പഴയ പണ്ട് SKS ആണ്, ബസ്സിന് വയനാട് വഴി ഇങ്ങോട്ട് പോകണം. ഏകദേശം ഒരു 75-80 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് അവർ പോകുന്നത്. അപ്പം ഇവിടെ ഒരു ഇൻഡസ്ട്രേറ്റ് ടെർമിനൽ, കർണാടക, തമിഴ്നാട്, കേരളം, ഇതിൻ്റെ ബോർഡറാണ് നിലമ്പൂർ. അപ്പോൾ ഇവിടെ അതിന് ഒരു 10-13 കോടി രൂപ ചെലവഴിച്ച് എല്ലാ പരിപാടികളും ചെയ്തു. UDF ഗവൺമെൻറ് ഇറങ്ങിയോടുകൂടി അതേപോലെ നിൽക്കുക, നിശ്ചലമായി നിൽക്കുക. നിലമ്പൂർ ചിരകാല അഭിലാഷാണ് ഒരു ഗവൺമെൻറ് കോളേജ്. ആ ഗവൺമെൻറ് കോളേജ് പാസ്സായി. അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ കോഴ്സ് ഫീ അടച്ചു, ആളെ നിയമിച്ചു, 5 ഏക്കർ സ്ഥലം കൊടുത്തു, ക്ലാസ് റൂം ഉണ്ടാക്കി, ഫേർണിച്ചർ ഉണ്ടാക്കി. ഗവൺമെൻറ് മാറി, ഫ്രീസറിൽ വെച്ചു 2 വർഷം. അവസാനം ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കിയപ്പോൾ കോളേജ് തുടങ്ങി. ഒരു പീഡിക മുറിൻ്റെ 3ാമത്തെ തട്ടും പുറത്ത് കോളേജ് തുടങ്ങി. ഇപ്പോഴും അതിന് സ്വന്തമായി സ്ഥലമെടുത്തില്ല, ബിൽഡിംഗ് ഇല്ല, ഒന്നുമില്ല. ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുക. ഇതിനെ കൂടെ അനുവദിച്ച ഗവൺമെൻറ് കോളേജുകളൊക്കെ നല്ല സുഖകരമായി പ്രവർത്തിക്കുന്നു.
അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പുതിയ പദ്ധതികൾ വേണ്ട നിലമ്പൂര്. UDF കൊണ്ടുവന്ന പദ്ധതികൾക്കൊരു തുടർച്ച ഉണ്ടായാൽ മതിയായിരുന്നു. ഓക്കെ, മനസ്സിലായോ? പിന്നെ ഇവിടുത്തെ കാട്ടുമൃഗശല്യം, കാട്ടാനശല്യമൊക്കെ UDF ഭരിക്കുന്ന കാലത്തും ഉണ്ട്. പക്ഷേ UDF ഭരിക്കുന്ന കാലത്ത് അന്ന് പ്രശ്നം ഉണ്ടായാൽ അതിന് പരിഹാരം ഉണ്ടായിരുന്നു, അതിന് പ്രതിവിധി ഉണ്ടായിരുന്നു, അത് പരിഹരിക്കാനുള്ളൊരു നേതൃത്വം ഉണ്ടായിരുന്നു. ഇപ്പം ആരോടാ പറയേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരു നാഥനില്ല കളരിയായി നിലമ്പൂര് മാറി. അന്ന് തുടങ്ങി വെച്ച പദ്ധതികളിൽ ഇത്തവണ UDF ഒരു പക്ഷേ UDF അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഏതൊക്കെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയും? ഒരു സംശയവും വേണ്ട. ഈ UDF അധികാരത്തിലേറിയാൽ നിലമ്പൂരിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ UDF കൊണ്ടുവന്ന പദ്ധതി അന്ന് 10 കോടിയാണ്, എന്ന് 10 വർഷം മുമ്പ്. ഇപ്പം അത് ചെയ്യണമെങ്കിൽ 25 കോടിയാണ്. പദ്ധതി തുടങ്ങി ബിൽഡിംഗ് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അങ്ങ് നിർത്തിവെക്കുക. KSRTCൻ്റെ പണി 90% കഴിയും നിർത്തിവെക്കുക. ഗവൺമെൻറ് കോളേജ് എത്ര പെട്ടെന്ന് സ്ഥലം അക്വസിഷൻ നടത്താൻ പറ്റും, ഇതുവരെ ചെയ്തില്ല. ഈ ബൈപ്പാസ് നിലമ്പൂരിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അതിനുവേണ്ടി അക്വസിഷൻ നടത്തി പൈസ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പദ്ധതികളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ നടപ്പിലാക്കും. UDF അധികാരത്തിൽ വന്ന ഒരു സംശയവും വേണ്ട. മാത്രമല്ല നിലമ്പൂരിൻ്റെ യഥാർത്ഥമായ നീഡ്, അതാ ഒരു നീഡ് ബേസ് അനാലിസിസ് ഒക്കെ നടത്തി ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചോട് കൂടി ഒരു നിലമ്പൂരിൻ്റെ ഒരു കൃത്യമായ വിഷനും അതിനുള്ളൊരു മിഷനും ഉണ്ടാക്കി ഒരു വലിയ പദ്ധതി നിലമ്പൂർ ആവിഷ്കരിക്കും. ഓക്കെ, സാറിൻ്റെ വിഷൻ നിലമ്പൂർ മറ്റ് സ്ഥാനാർത്ഥികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഡിഫറെൻ്റ് ആണ്? ആൻഡ് നിലമ്പൂരിലെ ജനങ്ങൾ വൈ ദേ ഷുഡ് വോട്ട് ഫോർ യു? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റ് സ്ഥാനാർത്ഥികളുടെ എന്ത് വിഷൻ എന്നതിനേക്കാൾ ഉപരി ഞാൻ ഈ നാട്ടുകാരനാണ്. ഇവിടെ ജനിച്ച്, ഇവിടെ ജീവിച്ച്, ഇവിടെ പ്രവർത്തിച്ച്, ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായി, ഇവിടെ നഗരസഭാ ചെയർമാനായി, ഇനി പിന്നെ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ സ്വപ്നമെന്ത്, അവരുടെ ആവശ്യമെന്ത് എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യമാണ്. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുക എൻ്റെ പിതാവിൻ്റെ മുന്നിൽ വന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളെ, അവരുടെ സങ്കടങ്ങളും അവരുടെ സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കുകയും അവരുടെ സ്വപ്നങ്ങളും പറയുന്നതാണ്. ഞാനതാ കേട്ട് വളർന്നത്. അതുകൊണ്ട് എനിക്ക് നിലമ്പൂരിനെ കുറിച്ചൊരു വിഷൻ ഞാൻ എന്നോ മനസ്സിൽ സൂക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നടപ്പാക്കാൻ കഴിയുന്നതെന്ന് എനിക്കറിയാലോ, പരിമിതി. അത് വെച്ചുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്തത്. ഒരു മുനിസിപ്പൽ ചെയർമാനൊക്കെ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. എങ്കിലും പരമാവധി ഉള്ളത് വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു ജനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ, ഈ അതിസാധാരണക്കാരൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നിലമ്പൂരിൻ്റെ പശ്ചാത്തല സൗകര്യത്തിൽ കൂടുതൽ വികസനം ഉണ്ടാവാൻ, നിലമ്പൂരിലെ ഈ റബ്ബർ എസ്റ്റേറ്റ് തൊഴിലാളികൾ, അതേപോലെ തന്നെ മരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ആദിവാസി സമൂഹം, അവരെയൊക്കെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ, ഇവിടെ നമുക്ക് ഗൾഫിൽ നിന്ന് വരുന്ന കുറേ പ്രവാസികൾ, കാരണം ഇപ്പം നമുക്കറിയാം കേരളത്തിൻ്റെ ആകെയുള്ള ഒരു ബഡ്ജറ്റ് പരിശോധിച്ചാൽ ഒരു 1.25 ലക്ഷം കോടിയൊക്കെ ആയിരിക്കും ഒരു വർഷം നമുക്ക് റവന്യൂ കണക്കാക്കുന്നത്. പക്ഷേ കണക്കിൽ തന്നെ ഒരു 1 ലക്ഷം കോടി, 1.25 ലക്ഷം കോടി, 1.5 ലക്ഷം കോടി ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. 90% പ്രവാസി വരുന്നുണ്ട്, അല്ലാതെ വേറെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കേരളത്തിൻ്റെ പ്രധാനമായ ഒരു റവന്യൂ റിസോഴ്സ് പറയുന്നതിനെ വേണ്ടത്ര ഉപയോഗിക്കാൻ ഇപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മളവിടെ എന്താവശ്യമുണ്ടെങ്കിലും, ഇവിടെ കിഡ്നി എന്ത് അസുഖം ഉണ്ടെങ്കിലും, എന്ത് പിന്നെ ചാരിറ്റി വർക്ക് ഉണ്ടെങ്കിലും അവരെ സഹായം തേടുക എന്നല്ലാതെ അവർ വന്നാൽ, അല്ലെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് കൃത്യമായി ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടവർക്ക് എന്ത്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരുടെ പ്രയാസം എന്ത്, അവരെങ്ങനെയാണ് നമുക്ക് അത്തരം പ്രയാസങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പോഴും സ്ഥിതി എന്താ, പ്രവാസി എന്ന് പറഞ്ഞാൽ പിന്നെ BPL ഒന്നും ഔട്ടായി, റേഷൻ കാർഡും ഇല്ല, റേഷനും ഇല്ല, ഒന്നുമില്ല. ഇതാ സ്ഥിതി. ഇതൊക്കെ എന്തു മാനദണ്ഡമെന്നുള്ളത് അറിയില്ല. വീട്ടിൽ ഏതെങ്കിലും ഈ പിന്നെ ഒരു ചക്രം വാഹനം ഉണ്ടായാൽ, മുച്ചക്ര വാഹനമോ എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ അവൻ BPL അല്ലാതെയായി, പിന്നെ അവന് റേഷനും ഇല്ല. ഇവൻ അവിടെ പോയി ഈ പറഞ്ഞ ചുരുങ്ങിയ പൈസക്ക് ജോലി ചെയ്യുന്നതാണ്. അവൻ നാട്ടിലേക്ക് തിരിച്ചു വന്ന അവൻ്റെ സ്ഥിതി നമുക്കറിയാം. ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്രവാസിയിലെ അവരുടെ അവർ നല്ല സമയത്ത് അവരെ കൃത്യമായി നമ്മൾക്ക് ഒരു കൃത്യമായി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്
എന്ത് വേണം, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഇത്രമാത്രം നമ്മളെ എന്താ പറയുക, നമ്മളെ തീറ്റിപ്പോറ്റിയാന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ പ്രവാസികളെ. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അവർ തിരിച്ചു വന്നാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളിലൊക്കെ നമുക്കൊരു വലിയ ശ്രദ്ധയും വലിയ കർമ്മ പദ്ധതിയും അതിനു വേണ്ടി ഉണ്ടാവണം എന്നാണ് എനിക്ക് എന്നും തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ കേരളം കണ്ടതിൽ വെച്ച് ശരിക്കും ഏറ്റവും അധികായനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു തങ്ങളുടെ പിതാവ്. അപ്പം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിന് ശരിക്കും ഒരു അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും കൂടിയല്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ചിലപ്പം പൊളിറ്റിക്സിലേക്ക് ഒരു എയർലി ആക്സസ് സാറിന് കിട്ടിയെന്ന് പറയാം. പക്ഷെ എന്നിരുന്നാൽ പോലും അന്ന് കമ്പാരിസൺ ഉണ്ടാവും. അതെ, അന്ന് ഞങ്ങളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഒരു ബെഞ്ച് മാർക്ക് പൊട്ടിക്കാൻ കമ്പാരിസൺ ആണ്. അത് ഞങ്ങൾ തന്നെ എപ്പോഴും പറയും. ഇപ്പം ഞാനും CHന്റെ മുനീറും അതേപോലെ ബേബി ജോൺ ഏട്ടൻ്റെ നമ്മുടെ ഷിബു ബേബി ജോൺ, ഞങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയും എങ്ങനെയും ആളുകളത് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യും. പിന്നെ അവർ വന്നൊരു കാലമുണ്ട്, ആ കാലം അവരെ രൂപപ്പെടുത്തിയ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. മനസ്സിലായോ? ഇപ്പം എൻ്റെ പിതാവ് സൈക്കിളിന് പോയി കാട്ടാനക്കൂട്ടത്തു കൂടെയുള്ള ഫോറസ്റ്റിനകത്ത് പോയിട്ട് അവിടെയുള്ള റബ്ബർ എസ്റ്റേറ്റ് പോയി തൊഴിലാളികളെ സംഘടിപ്പിച്ച. അവിടെ അന്ന് തിരിച്ചു വരാൻ കഴിയില്ല, അന്ന് അവിടെ പാടിയിൽ താമസിക്കും. ജനറൽ ബോഡിയൊക്കെ ഉണ്ടെങ്കിൽ തൊഴിലാളി ജനറൽ ബോഡി ഉണ്ടെങ്കിൽ അവിടെ പാടിയിൽ താമസിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയാണ്. അപ്പം മനുഷ്യരായിട്ട് കൂടുതൽ അടുക്കുക, അവരെ കൂടെ ജീവിക്കുകയാണ് ചെയ്യുന്നത് അവരൊക്കെ. കാരണം ഇന്നത്തെ പോലെ ഫാസ്റ്റ് അല്ലല്ലോ ലൈഫ് വളരെ സ്ലോ ആണ്. ലൈഫ് മൂവ്മെൻറ്റിന് കുറേ സമയം വേണം. ഇന്നത്തെ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. ഭയങ്കര ഫാസ്റ്റ് ആവുമ്പോൾ സാവകാശം നമുക്കൊന്നിനും കിട്ടുന്നില്ല. മനുഷ്യർ പരസ്പരം ഇടപഴകാനുള്ള സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ, പണ്ടൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ നമുക്കറിയാം ഈ ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വേണം, വെക്കാൻ പറ്റിയ ആൾ വേണം, അത് ഉണ്ടാക്കിയെടുക്കുന്നവർ നമ്മൾ കാത്തിരിക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കൊണ്ട് സ്വിഗ്ഗി ഓർഡർ ചെയ്ത സാധനം വരുവാണ്. നമുക്കൊരു പ്രേമലേഖനം കൊടുക്കണമെങ്കിൽ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവളെ ഒന്ന് ആ ഇഷ്ടം അറിയിക്കണമെങ്കിൽ ഒരു മൂന്നാമൻ വേണം. ഒരു കത്തെഴുതണമെങ്കിൽ തന്നെ ഒരു 10 പ്രാവശ്യം നമ്മൾ എഴുതി കീറിയിട്ടാണ് ഒരു കത്ത് എഴുതി ഉണ്ടാക്കുക അല്ലേ? എന്നിട്ട് തന്നെ ഒരു മൂന്നാമനെ തിരയണം. എന്നിട്ട് അവിടെ മറുപടിക്ക് വേണ്ടി കാലങ്ങളോളം കാത്തിരിക്കണം. ഇല്ല അവിടെ ചിരിക്കുന്നുണ്ടോ, അവിടെ എന്നൊക്കെ നമ്മൾ നോക്കണം. ഇല്ലേ? ഇന്ന് വാട്സപ്പിൽ ഒരൊറ്റ മെസ്സേജ് അയച്ചാൽ അവിടെ ബ്ലൂടിക്ക് കണ്ട് അവൾ തിരിച്ച് മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഉടനെ കത്തിയോ അല്ലെങ്കിൽ ആസിഡോ എടുത്ത് പോവുകയാണ് മൊത്തൊഴിക്കാൻ. മനസ്സിലായോ? ഇപ്പോൾ നമ്മളെ ഒരു ലൈഫ് എന്ന് പറയുന്നത് മനുഷ്യന് ഇങ്ങോട്ട് ബന്ധങ്ങൾ ഇപ്പോൾ ഒന്ന് വേണം. പണ്ടത്തെ കളികളൊക്കെ ഞാൻ പണ്ട് എല്ലാം ഒരു തന്തവൈബല്ല പറയുന്നത്, എല്ലാം ഭദ്രമായിരുന്നു എന്നല്ല. ലൈഫിലുള്ള ഒരു ഇടപഴകാനുള്ള സാവകാശം നഷ്ടപ്പെട്ടു, സ്പീഡ് കൂടിയപ്പോൾ. ഇപ്പം നിങ്ങളൊരു 10 പേര് ഇരിക്കുമ്പോൾ നമ്മൾ 10 പേരും 10 മൊബൈലിൽ നമ്മൾ കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്. ആ കളിക്കുന്നവൻ ചിലപ്പോൾ ഇവിടുത്തെ ആളുമായിട്ടല്ല, വേറെ ദൂരെയുള്ള അവൻ്റെ കസിനായിട്ടോ ഫ്രണ്ടായിട്ടോ ഒക്കെ കളിക്കുന്നുണ്ട്. മൊബൈലിലാണ് കളിയെന്ന് മാത്രം. അന്നാണെങ്കിൽ നമ്മളല്ലാത്ത കളികളാണ് ഉള്ളത്. അവിടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുക, അവിടെ സൗഹൃദം കൂടുതൽ ഉണ്ടാവുക. അവിടെ ആ ഒരു സാവകാശം നഷ്ടപ്പെട്ടത് കൊണ്ടുള്ളൊരു വലിയ പ്രശ്നമുണ്ട് പുതിയ തലമുറക്ക്. ഞങ്ങളൊക്കെ അതിന് ഇടയിലുള്ള ആളുകളാണ്. നമുക്ക് സൈക്കിളിൽ പോകേണ്ടി വന്നിട്ടില്ല, പക്ഷേ ഇപ്പോഴത്തെ ആളുകൾക്ക് പോവുക വേണ്ട. നമ്മളൊക്കെ കാറിൽ പോകുന്ന രൂപമായിരുന്നു. ഇപ്പോഴത്തെ ആളുകൾക്ക് അങ്ങോട്ട് ചെല്ലാതെയാണ് ജനറൽ ബോഡി മീറ്റിംഗ് VCയിലാണ് വിളിക്കുന്നത്, വീഡിയോ കോൺഫറൻസിലാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് അവരെ രൂപപ്പെടുത്തിയ ഒരു കാലമുണ്ട്. ആ കാലം എന്ന് പറയുന്നത് വളരെ പരസ്പരം മനുഷ്യർ തമ്മിലുള്ള ഒരു ഇടപഴക്കത്തിന് കൂടുതൽ സമയം കിട്ടുകയും അത് വളരെ ഹൃദ്യമാകുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ചിലപ്പോൾ നമുക്കത് കിട്ടിക്കൊള്ളുന്നില്ല, എങ്കിലും പരമാവധി ഞങ്ങളൊക്കെ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കമ്പാരിസണാണ് എന്നതാണ് ഏറ്റവും വലിയ സംഭവം. ഓക്കെ, പാർട്ടിയിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു നേതാവിൻ്റെ മകനായതുകൊണ്ട് ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ തഴയപ്പെട്ടു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയായാലും ഒരു കാര്യം, നമുക്കൊരു പരിഗണന കിട്ടും, അതൊരു ഇനീഷ്യൽ പുള്ളിങ്ങാണ്.
പിന്നെ നമ്മൾ ഒരു opening കഴിവുണ്ടെങ്കിലല്ലേ നമ്മൾ കിട്ടുന്നത്. അതെ, നിൽക്കുന്നത്. പിന്നെ നമ്മളെ എന്നും നമുക്കൊരു പുള്ളിങ് ഒരു പുഷും ഉണ്ട്. അതെ. നമുക്ക് ഒന്നും നിലനിർത്താൻ കഴിയില്ല. ഒന്ന് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റും. That's right. പരിഗണന നമുക്ക് കിട്ടും. പക്ഷെ ആ പരിഗണന മാത്രം അതിനെ മാത്രം നമ്മൾ എന്താ പറയുക മുതലാക്കി ക്യാപിറ്റലാക്കി ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ. ലെഗസി മാത്രം മുന്നോട്ട് നമുക്ക് കഴിവുണ്ടെങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. തീർച്ചയായിട്ടും സർ, തിരഞ്ഞെടുപ്പ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നതുകൊണ്ട് തന്നെ പ്രചരണങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒന്നും വേണ്ടത്ര സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ പോലും ഈ ഒരു സമയത്ത് നടത്തിയ ട്രയൽ ക്യാമ്പയിനിൽ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അല്ല, ക്യാമ്പയിൻ നമ്മൾ കൂടുതൽ ആളുകളെ പേഴ്സണലി കാണുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനിപ്പോൾ ഒരു പര്യടനമാണെങ്കിലും ആ പര്യടനത്തിന് പെട്ടെന്ന് ഇറങ്ങി അവിടെ സംസാരിക്കുന്നു എന്നുള്ളത് സത്യം. പക്ഷേ അവിടുന്ന് ഇറങ്ങി പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് ചേർത്ത് പിടിച്ച്, കാരണം ഒക്കെ പഴയ പരിചയമുള്ള ആളുകളാണ്. ഞാനിപ്പോൾ പര്യടനത്തിന് പോകുമ്പോൾ ഓരോ സ്ഥലത്തുള്ള സ്വീകരണ യോഗത്തിൽ എനിക്ക് മാലയിടുന്നവരൊക്കെ ഇടുമ്പോൾ പറയുന്നത് ഞങ്ങൾ ഒരു 8-10 തവണ പിതാവിന് ഷോൾ അണിയിച്ച ആളാണ്, ഞാൻ ജോസഫേട്ടനാണ്. അവരൊക്കെ എണീച്ചു വരികയാണ്. വളരെ അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ അവർക്കൊക്കെ ഒരു ആവേശം, എന്തായാലും എന്നെ കാണണം, എന്നെ ഒന്ന് ആശ്ലേഷിക്കണം, എന്നെ പിന്തുണക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു വൈകാരികമായ ഒരു വല്ലാത്തൊരു അനുഭവം തരികയാണ് നമുക്ക്. നമ്മളൊരു പ്രസംഗിച്ച് പറയുന്നു, നമ്മളതൊരു അങ്ങോട്ട് പറയുകയാണല്ലോ, ഇൻട്രാക്ഷൻ അല്ലല്ലോ. പക്ഷെ ഇതൊരു നമുക്കൊരു വല്ലാത്ത അനുഭവമാണ് തരുന്നത്. ഓക്കെ സാർ, ഇപ്പോഴത്തെ ഒരു കറണ്ട് ലീഡർഷിപ്പായിട്ടുള്ള കോൺഗ്രസിലെ ലീഡർഷിപ്പായിട്ടുള്ള സാറിൻ്റെ ഒരു ബന്ധം എങ്ങനെയാണ് മുൻനിര നേതാക്കളൊക്കെ ആയിട്ടുള്ള? അല്ല, എൻ്റെ പഴയ ലീഡർഷിപ്പിലുള്ള എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. അവരൊക്കെ എന്നെ ആരും ഷൗക്കത്തുനിന്ന് പോലും പേര് പോലും വിളിക്കില്ല, ബാപ്പുട്ടി എന്ന് വിളിക്കുക. എൻ്റെ ഫാദർ വിളിക്കുന്ന അതേ പേരാണ്, വീട്ടിൽ വിളിക്കുന്ന പേരാണ് അവരൊക്കെ വിളിക്കുക. ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന ആളുകളാണ്. പിന്നെ ചെറുപ്പം മുതലേ ചിലരോടൊക്കെ ഞാൻ എൻ്റെ പിതാവിനോട് രാഷ്ട്രീയം സംസാരിക്കുന്നതിനേക്കാളും ഞാൻ രാഷ്ട്രീയം സംസാരിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി സാറുമായിട്ടാണ്. മനസ്സിലായോ? പിതാവിന് വല്ലാതെ സ്പേസ് ചിലപ്പോൾ അദ്ദേഹത്തിന് തരാൻ സമയം കിട്ടി കാണില്ല. അതേപോലെ അങ്ങനെ ഒരു സൗഹൃദ ബന്ധം എല്ലാവരുമായിട്ടുണ്ട്. AK ആൻ്റണി സാറുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് അദ്ദേഹം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായി നിൽക്കുന്ന സമയത്തും ഫോണിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും കുറേ സമയം ഇരുന്ന് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഇവരായിട്ടൊക്കെ എൻ്റെ പിതാവിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ഉമ്മൻചാണ്ടി സാറ്, AK ആൻ്റണി, അതുപോലുള്ള നേതാക്കന്മാരായിട്ടൊക്കെ വളരെ അടുത്ത സൗഹൃദം എനിക്കുള്ളത്. ഇപ്പോഴത്തെ നേതാക്കന്മാരും അതേപോലെ തന്നെ VD സതീശനാണെങ്കിലും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫേട്ടനാണെങ്കിലും, കാരണം ഇവരൊക്കെ അന്ന് എൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ അനുഭവം അന്നൊക്കെ അവരെ കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഇവരായിട്ട് എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമാണ് എനിക്കുള്ളത്. സർ, ബാക്ക് ടു നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നിലമ്പൂർ ഭയങ്കര എക്കോളജിക്കലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു റീജിയൻ കൂടിയാണ്. അപ്പം അവിടെ ഒരു സസ്റ്റൈനബിലിറ്റി പിന്നെ ഡെവലപ്മെൻറ്റും ഒരുമിച്ച് പോസിബിൾ ആവുക എന്ന് പറഞ്ഞത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ്? അല്ല, ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം പല രൂപത്തിലുണ്ടല്ലോ. ഒന്ന് മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ്. ഓക്കെ. അല്ലാതെ നാട്ടിൽ കുറേ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം ഉണ്ടാവുക, നാട്ടിലൊരു വിഭാഗം ജനങ്ങൾ പട്ടിണി കിടക്കുക, അത് ഡെവലപ്മെൻ്റായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നാട്ടിൽ ഒരു 10 അതിസമ്പന്നരുണ്ടാവുക, സാധാരണക്കാരൻ കൂടുതൽ അതിസാധാരണക്കാരനായി മാറുക, അതൊരു ഡെവലപ്മെൻറ്റിൻ്റെ നേരെമറിച്ച് നമ്മൾ മറ്റു വാല്യൂസ് നോക്കുമ്പോൾ GDP സംഗതിയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ വാല്യൂ ആയിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നൊരു ഡെവലപ്മെൻറ്റ് സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരികയും അതോടൊപ്പം നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കി സൗകര്യങ്ങളും ഉണ്ടാകുകയും ചെയ്യണം. ഇങ്ങനൊരു ഡെവലപ്മെൻറ്റ് വന്നാലേ അത് നാടിന് ഗുണം ചെയ്യും. ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഒരു റീഫോംസോ സാർ പ്ലാൻ ചെയ്യുന്നുണ്ടോ കംപ്ലീറ്റ്ലി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഇഫ് യു ആർ എലക്റ്റഡ്? അല്ല, ഒന്ന് പ്രധാനമായിട്ടും ഒന്ന് എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യം കൊടുക്കണം. ആ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഒന്ന് ജോബ് ഓറിയൻറ്റഡ്. ഞാനിവിടെ വഴികാട്ടി കമ്മ്യൂണിറ്റി കോളേജ് പഞ്ചായത്ത് പ്രസിഡൻ്റായി തുടങ്ങിയതാണ്, ഇപ്പോഴും ഉണ്ട്. ഇപ്പം അത് അന്ന് പഞ്ചായത്താണ് നടത്തിയത്, പിന്നെ അവസാനം പഞ്ചായത്തൊക്കെ മാറിയപ്പോൾ അത് ഉപേക്ഷിച്ച് ഞങ്ങൾ നേരിട്ട് നടത്തുന്നുണ്ട്. ഒന്നുമില്ല, എന്താ ഒരൊറ്റ പ്രധാന അവിടുത്തെ കോഴ്സ് എന്താ അറിയോ? ഫാർമസി അസിസ്റ്റൻറ്റ് കോഴ്സ്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് തുടങ്ങിയ ഒരു കോഴ്സ്. അതായത് നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ
അവിടെ മരുന്നെടുത്ത് തരുന്ന ഡിഫോമറിനും ബിഫോമറിനൊന്നും ആവില്ല. ആ. അവിടെ ലൈസൻസേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അവരുടെ. മരുന്നെടുത്ത് തരുന്നവൻ്റെ ആകെ അറിയേണ്ട സ്കിൽ എന്താ അറിയോ? ഡോക്ടർ എങ്ങനെ എഴുതിയാലും വായിക്കാൻ പറ്റാതുള്ളതാണ്. അതെ അതെ തീർച്ചയായിട്ടും. ഒന്ന് അതൊരു സ്കില്ലാണല്ലോ. അത് ഒന്നത്. പിന്നെ ഫാർമക്കോളജി, ഫാർമക്കോഗനോസി, എന്താ ഇതൊക്കെ കുട്ടികൾക്ക് തന്നെ ബേസിക് ഒക്കെ പഠിപ്പിച്ചോളൂ. 1 ഇയർ കോഴ്സ്. ഇപ്പോൾ 2008 ആരംഭിച്ചു. ഇപ്പോൾ 2025 17 വർഷമായി. ഏകദേശം അവിടുന്ന് ഇറങ്ങിയ 90, ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റും, 99.5% ആളുകളും ഹോസ്പിറ്റലുകളിലും ഇതേപോലെ മെഡിക്കൽ സ്റ്റോറുകളിലും ജോലി ചെയ്യുന്നുണ്ട്. ഫാർമസിയിൽ 1 വർഷത്തെ കോഴ്സ്, 1 ഇയർ, 6 മാസം തിയറി, 6 മാസം പരിശീലനം. ഓക്കെ. നമുക്ക് വലിയ കോഴ്സ് ഇപ്പം ഇവിടെ ഡിഗ്രി, ഇവിടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് UK പോയി അല്ലെങ്കിൽ ഇവിടെ പോയി ചെയ്യുന്ന ജോലി എന്താ അറിയോ? ഹോം കെയറിലാണ് വർക്ക് ചെയ്യുന്ന പലരും. ഞാൻ പിന്നെ അർബൻ ബാങ്ക്, ബാങ്കുണ്ട്, ബാങ്കിൽ അറ്റൻഡർ തസ്തികയിലേക്ക് നടന്ന ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡർ തസ്തിക ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ 11 ആളുകൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത് M.Tech-കാർ. ഒന്ന് ആലോചിക്കുക ജോലി സാധ്യത. ഇവിടെ നമ്മൾ കുറേ കോഴ്സുകൾ എടുക്കുന്നതിന് പകരം നമുക്കൊരു ജോലി സാധ്യത കൂടി ഉണ്ടാക്കി അതിനുള്ള പിന്നെ എന്താ പറയുക, ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താനുള്ളൊരു സംവിധാനം നമുക്കുണ്ടാവണം. മാത്രമല്ല യുവാക്കളൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ എന്താ പറയുക, അവർ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുക. ജനിച്ച നാട്ടിൽ നിന്ന് എന്തെങ്കിലും കാണിച്ച് രക്ഷപ്പെട്ടാൽ അല്ലേ അവർ രക്ഷപ്പെടുള്ളൂ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ എത്രമാത്രം വേദനാജനകമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കി. സാധ്യത ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ. അപ്പോൾ അതിനൊരു പരിഹാരം എന്ത് എന്നതാണ് നമ്മൾ ആലോചിച്ച് അതിന് കൃത്യമായൊരു കാഴ്ചപ്പാടോടുകൂടി സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. സാർ ഇപ്പോൾ പറയുണ്ടായി നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇന്നത്തെ യൂത്ത് ശ്രമിക്കുന്നതെന്ന്. അതുപോലെ തന്നെ രാഷ്ട്രീയ ബോധമുള്ള യൂത്തും ഇന്നത്തെ കാലത്ത് വളരെയധികം കുറവല്ലേ. അപ്പം യുവാക്കൾക്കിടയിൽ പൊളിറ്റിക്കലിയും അതുപോലെ സോഷ്യലി ആയിട്ടുള്ള അവബോധം വളർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? അല്ല, അത് വെറുതെ, ആ ചിന്ത വെറുതെയാണ്. യുവാക്കൾക്ക് പൊളിറ്റിക്കൽ ബോധമൊക്കെ ഉണ്ട്, പക്ഷെ അവർ രാവിലെ എടുത്തിട്ട് 4 പത്രമൊന്നും വായിക്കുന്നില്ല എന്നുള്ള വാസ്തവം. പക്ഷെ അവർ അപ്ഡേറ്റഡ് ആ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പിന്നെ അപ്ഡേറ്റഡ് അവർ, കാരണം നമ്മൾ ഈ പത്രത്തിൽ പണ്ട് വായിച്ചിരുന്ന കാര്യങ്ങൾ വളരെ പിന്നെ അതായിട്ട് അവരുടെ ഓൺലൈനായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ വായിക്കുന്നത്. പക്ഷെ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു പ്രശ്നം, യുവാക്കളെയൊക്കെ നമ്മൾ ജോലിക്കാണല്ലോ കാര്യമായിട്ട്. ജോബ് ഓറിയൻറ്റഡ് ആകുമ്പോൾ അവരതിനുള്ള വലിയ നെട്ടോട്ടമുണ്ട്. കാരണം ആ നെട്ടോട്ടത്തിനിടയിൽ പലതും അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതെ, അവർ ടാർജറ്റ് തേക്കാൻ വേണ്ടി ഓടുക. അതുപോലത്തെ എക്സ്ക്യൂസ് ചെയ്യാണ് അവരെ, യുവാക്കളെ. ഇപ്പോൾ IT ഒക്കെ പാസ്സായ കുട്ടികൾ തന്നെ എവിടെയൊക്കെ ജോലി ചെയ്യുന്ന മക്കളുടെ അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താ വാസ്തവത്തിൽ? അവർക്ക് സ്റ്റാർട്ടിങ് 30,000 രൂപ 30,000 റുപ്പീസിലൊക്കെ ഇപ്പോൾ വലിയ കമ്പനിയിലൊക്കെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരൊക്കെ ഒരു 1.5 ലക്ഷം സാലറി വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ എത്രമാത്രം മാനസിക പീഡനം അനുഭവിച്ചിട്ടാണ് അവരങ്ങനെ പൊസിഷനിലേക്ക് എത്തുന്നത്. അവർക്ക് ചിലപ്പോൾ ഒരു ട്രെയിനിങ്ങും അതല്ലെങ്കിൽ പുറത്തൊരു പിന്നെ റിഫ്രഷ്മെൻറ്റ് അല്ലെങ്കിൽ പുറത്തൊന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി അവർക്ക് ടൂറുകളൊക്കെ ഉണ്ടായിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഈ നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ആനന്ദകരമായി തോന്നണം. അപ്പോഴാണ് അതിന് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക. കേവലം ടാർജറ്റുകൾ കൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ടാവും, പക്ഷെ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. പറഞ്ഞു സാർ, ഈ പുതിയ ജനറേഷനിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും ലീനിയേജ് ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് വളർന്നു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, അതുണ്ട്, അത് സ്വാഭാവികമുണ്ട്. ഇവർക്ക് രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇവരെ അഫിലിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബാന്ധവം ഉണ്ടായിക്കൊള്ളും നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. പക്ഷേ അവരറിയണം കാര്യങ്ങൾ, അവർ ചിന്തിക്കുകയും ചെയ്യണം, അവർ വിലയിരുത്തുകയും ചെയ്യണം. അത് നിർബന്ധം. അതിൽ കുറച്ച് കുറവുണ്ടായിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ബോധം രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട്, രാഷ്ട്രീയ ബോധം തീരെ ഇല്ലാത്തവരൊന്നും കേരളത്തിലെ മലയാളി സമൂഹത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല. മറ്റ് സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് അവൻ്റെ ഇടയിലൊരു കാര്യമുണ്ട്.
കാരണം എന്തായാലും കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്തു നോക്കിയാലും ഇവിടെ മാർജിൻ എന്ന് പറയുന്നത് എത്രയാണ്? 3% or 4%. ഇതാണ് ഉള്ളൊരു മാർജിൻ. അപ്പോൾ ഇത് രാഷ്ട്രീയബോധം ഉണ്ടായതുകൊണ്ടാണല്ലോ. അല്ലാതെ ഒരു വലിയൊരു കുത്തൊഴുക്കൊന്നും എവിടെ ഉണ്ടാവുന്നില്ല. ഇവിടെ രാഷ്ട്രീയത്തിനൊരു കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ട് കൃത്യമായിട്ട്. അത് യുവാക്കൾക്ക് രാഷ്ട്രീയബോധം ഉള്ളതുകൊണ്ട്. പക്ഷെ പുതിയ തലമുറയ്ക്ക് ഈ കാര്യത്തിൽ പഠിക്കാനും അറിയാനും ഒക്കെ ഉള്ള ഒരു ത്വര എന്ന് പറയുന്നതിൽ വളരെയധികം കുറവുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. സാറ് ശരിക്കും മീഡിയ സ്പേസിലും കൾച്ചറിലൊക്കെ വലിയ രീതിയിൽ ആക്റ്റീവും കൂടിയാണ്. ശരിക്കും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണോ ആളുകളായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാറിന് ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? അല്ല, ഈ സോഷ്യൽ മീഡിയ ഒരു വലിയ സംഭവം തന്നെയാണ്. കാരണം എന്നാൽ ഒരു വലിയ കണക്ട് ചെയ്യാനുള്ള ഒരു വലിയ മാധ്യമമാണ്, ഒരു സംശയമില്ല. ഞാൻ ആ കാര്യത്തിൽ ഉപയോഗിക്കുന്നതിൽ വളരെ പുറകിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലതും നമ്മൾ ആളുകളെ കണക്ട് ചെയ്യാൻ ഞാനിപ്പോഴാണ് അതിനൊക്കെ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പോഴും എനിക്ക് 1,00,000 ഫോളോവേഴ്സേ ആയിട്ടുള്ളൂ എൻ്റെ FBയിലൊക്കെ. പിന്നെ കഴിഞ്ഞ കാലത്തൊക്കെ ഞാനതിൽ വളരെ കുറവായിരുന്നു. ഞാനീ പറഞ്ഞ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ചെയ്ത കാര്യങ്ങളും ഞാനൊരു പുസ്തകമായിട്ട് പോലും ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ ജേക്കബ് ജോർജിനെ പോലുള്ള സീനിയറായിട്ടുള്ള പിന്നെ ജേർണലിസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്, പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, നിലമ്പൂർ ഒരു പരീക്ഷണം. പക്ഷേ ഞാനതിന് വളരെ പിറകിലാണ് മറ്റുള്ളവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. എന്തായാലും അത് വളരെ അത്യാവശ്യമാണ്. ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആളുകളായിട്ട് കണക്ട് ദ പീപ്പിൾ എന്ന് പറയുന്നതിന് ഏറ്റവും ഇന്ന് ഉപയോഗിക്കേണ്ട മാധ്യമം സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം ഇന്നത്തെ മക്കളൊക്കെ, പക്ഷെ ഇന്നത്തെ മക്കൾക്ക് എന്താ വെച്ചാൽ 1 മിനിറ്റ് കൂടുതൽ അവർ കാണില്ല. അപ്പോഴേക്കും അവർ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അപ്പോഴേക്കും അവർ മറിക്കും റീൽസ്. ഈ 1 മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കൂടി എങ്ങനെ എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു ടെൻഷനിലാണ് ഇപ്പൊ പഴയ ആളുകളൊക്കെ ഉള്ളത്. നിലമ്പൂരിലെ സാധാരണ ജനങ്ങളുടെ ഗ്രാസ് റൂട്ട് ഇഷ്യൂസ് സാർ എങ്ങനെ പരിഹരിക്കാന്നാണ് വിചാരിക്കുന്നത് ഇഫ് എലക്റ്റഡ്? ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഗ്രാസ് റൂട്ട് ഇഷ്യൂസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രാസ് റൂട്ട് ഇഷ്യൂസ് നമ്മൾ പരിഗണിക്കുന്ന പലപ്പോഴും നമ്മുടെ അടുത്ത് പരാതികളുമായി വരുമ്പോഴാണ്. അങ്ങനെയല്ല അത് പരിഗണിക്കേണ്ടത്. ഒന്ന്, ഇഷ്യൂസ് അവരുമായിരുന്ന് ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചോടുകൂടി കൃത്യമായ ഇതിന് ഒരു പദ്ധതി ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള മാർഗം. അതുകൊണ്ടാണ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അല്ലാതെ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് നമ്മളെപ്പോഴും പത്രങ്ങളിൽ കാണുന്ന എന്താ, ധനകാര്യമന്ത്രി എല്ലാ പരിപാടിയും നിർത്തി ഔദ്യോഗിക പരിപാടികളൊക്കെ മാറ്റിവെച്ച് കോവളം ഗസ്റ്റ് ഹൗസിൽ പോയിരുന്ന് അദ്ദേഹം ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ശ്രമത്തിലാണ്. മനസ്സിലായോ? താഴെത്തട്ടിൽ ഇഷ്ടംപോലെ കാര്യങ്ങളും പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. ഇത് എവിടെയാണ് കിടക്കുന്ന ഈ പദ്ധതികളൊക്കെ? ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞാൽ തുടങ്ങിയ പദ്ധതി താഴെത്തട്ടിൽ ആളുകൾ ഇരുന്ന് ചിന്തിച്ച് ആ നാടിന് വേണ്ടത് എന്തെന്നുള്ളത് അവർ ചിന്തിച്ച് രൂപപ്പെടുത്തുക. പക്ഷെ ഈ പദ്ധതിയൊന്നും വരുന്നില്ലല്ലോ. ആകെ ഇപ്പോഴും ഉണ്ടാക്കുന്ന ഈ റോഡും സാധനങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരം താഴെത്തട്ടിലുള്ള ഇത്തരം പദ്ധതികൾ അത് സംസ്ഥാന തലത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ, ബേസിക് ഓരോ ഗ്രാമങ്ങളിലെയും പട്ടണങ്ങളിലെയും നീഡ് എന്താണെന്നുള്ളത് കൃത്യമായി സംസ്ഥാനത്തിലും ദേശീയ തലത്തിലും എത്തിക്കാനുള്ള ഒരു ഭരണഘടനാ സംവിധാനം ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹരിക്കപ്പെടാൻ പറ്റും. സാർ, ഒരു 10 വർഷം കഴിയുമ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ ആസ് എ ജനപ്രതിനിധി സാറിനെ എങ്ങനെ ഓർക്കണം, അല്ലെ സാറിനെ പറ്റി എന്ത് പറയണമെന്നാണ് സാർ ആഗ്രഹിക്കുന്നത്? അത് നമ്മളിപ്പോൾ ഓർത്തോളം നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ ആളുകൾക്ക്. പിന്നെ അതിന് നമ്മളെന്താ നിർബന്ധിക്കേണ്ട കാര്യം? നമ്മളിവിടെ ജീവിക്കുമ്പോൾ, നമ്മളിവിടെ പ്രവർത്തിക്കുമ്പോൾ, നമുക്ക് എന്തെങ്കിലും അധികാര സ്ഥാനങ്ങൾ ലഭിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ആ ജനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ നമ്മൾ ഓർക്കും. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പരിമിതമായ കാലത്തിനുള്ളിൽ പരമാവധി ആളുകൾക്ക് വേണ്ടി ചെയ്യുക. അത് ബേസിക്കായിട്ടുള്ള അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക, എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുക, ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുക. അതോടൊപ്പം വലിയ ആശയപരമായി അക്ഷരങ്ങളെ, അതുപോലെ സാഹിത്യത്തെ, കലയെ, അതാണ് എപ്പോഴും ഒരു സമൂഹത്തിൽ നവോത്ഥാനം ഉണ്ടാക്കിയത്. മനുഷ്യനോട് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെയുള്ള വലിയ പ്രോത്സാഹനം, പിന്തുണയും കൊടുക്കുക. ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ മനുഷ്യരെ കുറച്ചു കാലത്തേക്കെങ്കിലും മനുഷ്യനോർക്കും.
സോ ഫൈനലി നെക്സ്റ്റ് ജനറേഷൻ ലീഡേഴ്സിന് വേണ്ടിയിട്ടുള്ള സാറിൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? എനിക്കങ്ങനെ അഡ്വൈസ് ഒന്നും കൊടുക്കാൻ മാത്രം ഞാൻ ആളല്ല ഒരു ജനറേഷന് വേണ്ടി. അതൊന്നും അങ്ങനെയൊക്കെ പറയുമ്പോഴേ വലിയ പ്രശ്നം. നമുക്ക് ഒന്ന് എന്താ പറയുക, മാനവിക മൂല്യങ്ങൾക്ക്, അസമത്വത്തിനെതിരെ മാനവികത ഉയർത്തിപ്പിടിച്ച് മനുഷ്യനൊന്നാണ് എന്ന ഒരു ചിന്ത ആദ്യം നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നമുക്കുണ്ടാവണം. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ മൂലധനം, ഇൻവെസ്റ്റ്മെൻറ്റ്. അത് നമ്മുടെ മനസ്സിൽ ഊറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് നമുക്ക് എല്ലാ ആളുകളെ സ്നേഹിക്കാൻ കഴിയും, ആളുകളെ വിശ്വസിക്കാൻ കഴിയും, ആളുകളെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ കഴിയും, ആളുകളെ സഹായിക്കാൻ കഴിയും, എല്ലാം കഴിയും. ആ ഒരു ചിന്ത മനസ്സിൻ്റെ ആഴങ്ങളിൽ നമ്മളിൽ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. അതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് പുതിയ തലമുറയിൽ അതുണ്ടാവാൻ, ബാല്യത്തിലെ കുട്ടികളിൽ ഇതിലുണ്ടാവാൻ അത്തരം വിദ്യാഭ്യാസ പ്രക്രിയകളും സംവിധാനങ്ങളും ഒക്കെ നമുക്ക് വാർത്തെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. Oh, right, sir. Thank you so much for your time, and our team of Vice wish you all the best for the election. Thank you.